മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചോദ്യം ചെയ്യാൻ ക്രൈം ബ്രാഞ്ച്. ലൈംഗിക ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തേക്കും. ഇന്നലെ രജിസ്റ്റർ ചെയ്ത കേസിൽ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. ഇതിന്റെ ഭാഗമായി രാഹുലിന്റെ ഫോൺ രേഖകൾ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ തെളിവുകൾ കൂടി പരിശോധിക്കാം. ആവശ്യമെന്ന് കണ്ടാൽ രാഹുലിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്താനും നീക്കമുണ്ട്. അമൽ തേനമറമ്പിൽ വിവരങ്ങളുമായിട്ടുണ്ട്. അമൽ, ഇന്നലെയാണ് ഈ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു നിയമപരമായ കാര്യങ്ങൾ ആലോചിക്കുമെന്ന്. അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞതിന്റെ തൊട്ടു പിന്നാലെയാണ് ഒരു നിയമപരമായി നടപടിയിലേക്ക് പോകുന്നത്. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ ചുമതലയിലേക്ക് വരുന്നത്. ഇത് എങ്ങനെയാണ്, ആർക്കൊക്കെയാണ് ചുമതല? ഇത് ഡിജിറ്റൽ തെളിവുകളാണല്ലോ, പലയിടങ്ങളിൽ വലിയ വിപുലമായ ഒരു പരിശോധന വേണ്ട ഒരു വിഷയം കൂടിയാണ്. എങ്ങനെയാണ് ക്രൈംബ്രാഞ്ച് ഈ അന്വേഷണത്തെ കാണുന്നത്? ദിവിഷ, രണ്ട് തരത്തിലുള്ള നീക്കമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഒന്ന്, രാഹുലിനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുക എന്നൊരു തീരുമാനം അധികം വൈകാതെ ഉണ്ടാകും. അതിനുശേഷം രാഹുലിനെ വിളിപ്പിക്കും. അതോടൊപ്പം തന്നെ ഈ പരാതിക്കാർ എന്ന് പറയുന്ന ആളുകൾ ഇപ്പോഴും രംഗത്ത് വരാത്ത ചില പരാതിക്കാരുണ്ട്. ആ പരാതിക്കാരുടെ കാര്യത്തിലും അപ്പോൾ ഈ ക്രൈംബ്രാഞ്ചിന്റെ ചില ഇടപെടലുകൾ ഉണ്ടാകും. ഈ ഒരു ശബ്ദ സന്ദേശമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ആ ശബ്ദ സന്ദേശത്തിലാണ് ഗർഭചിത്രം അടക്കമുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ പറയുന്നത്. രാഹുലും മറ്റൊരു യുവതിയുമായി നടത്തിയ സംഭാഷണം എന്നുള്ള നിലയ്ക്കാണ് അത് പുറത്തേക്ക് വരുന്നത്. അതിൽ പറയുന്ന യുവതി ആര് എന്നുള്ള ഇത് കണ്ടെത്താനുള്ള ഒരു നീക്കം ഇപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷേ അവർ ഇതുവരെയും പരാതി നൽകാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് ആ ഒരു പ്രതിസന്ധിയായി തന്നെ നിലനിൽക്കുകയാണ്. അവർക്ക് ആ പരാതി ഉണ്ടോ എന്നുള്ള കാര്യം പോലീസ് പരിശോധിക്കും. അതോടൊപ്പം തന്നെ റിനി അടക്കമുള്ള മറ്റ് ഈ ചാറ്റുകളും അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച ആളുകളുണ്ട്. ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ വാട്സപ്പിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ശല്യം ചെയ്തു എന്നുള്ള തരത്തിൽ പറഞ്ഞ ആളുകളുണ്ട്. ഹണി ഭാസ്കർ ഉണ്ട്. അപ്പോൾ ഇവരുമായി ബന്ധപ്പെട്ട് സംസാരിക്കും. അവരോട് ഈ പരാതിയിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അവർ അന്വേഷിക്കും. അതിനുശേഷമാകും മറ്റ് ഡിജിറ്റൽ എവിഡൻസ് അടക്കമുള്ളവ ശേഖരിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു തീരുമാനമുണ്ടാകുക. ഡിജിറ്റൽ എവിഡൻസ് ശേഖരിക്കുക, രാഹുലിൻ്റെ ഫോൺ ഉൾപ്പെടെ പരിശോധിക്കാനുള്ള ആലോചനയും ഇപ്പോൾ ക്രൈംബ്രാഞ്ചിലുണ്ട്. അതിനുശേഷം കൂടുതൽ വകുപ്പുകൾ ചുമത്തേണ്ടതുണ്ട് എങ്കിൽ വകുപ്പുകൾ ചുമത്തി മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ശരി. അമൽ തേനമറമ്പിലാണ് വിവരങ്ങൾ നൽകിയത്. ഡിജിറ്റൽ തെളിവുകൾ അടക്കം ശേഖരിച്ചുകൊണ്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരിക്കുന്നത്.